നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ച ഡീൽ ആരോപണവും കത്തിപ്പടരുകയാണ്. മുൻകൂട്ടി ജാമ്യമെടുക്കലാണ് CPM-നെതിരെയുള്ള കോൺഗ്രസ് ആരോപണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. അതേസമയം മണ്ഡലങ്ങൾ എണ്ണി പറഞ്ഞ ഡീൽ ആരോപണം പ്രതിപക്ഷം ഇന്നും ആവർത്തിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ CPIM BJP ഡീൽ ഉണ്ടായെന്ന് ആത്മകഥയിൽ മുസ്ലിം ലീഗ് നേതാവ് KN ഖാദറും ആരോപിക്കുന്നു. UDF-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തെരഞ്ഞെടുപ്പിൽ CPIM BJP സംയുക്ത നീക്കമെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. കോലീബിയും നിയമവും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ആരോപണത്തെ ഇന്നും മുഖ്യമന്ത്രി പ്രതിരോധിച്ചത്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ ഡീൽ ആരോപണമെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ചോദിച്ചു. KC വേണുഗോപാൽ രാജ്യസഭാംഗത്വം രാജിവെച്ചതും ഡീലിന്റെ ഭാഗമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ, രാജ്യസഭാംഗമായി എത്തിൻ്റെ അദ്ദേഹം. ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ BJP ആണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. മണ്ഡലങ്ങളുടെ പേരുകൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. വലിയ അധാർമികതയ്ക്ക് CPIM നേതൃത്വം നൽകുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അപ്പോൾ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. കേരളം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് പല സീറ്റുകളിലും CPM BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിനോട് ശ്രമിച്ചിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ CPIM BJP ഡീലുണ്ടായെന്ന് മുസ്ലിം ലീഗ് നേതാവ് KN ഖാദർ ആത്മകഥയിൽ ആരോപണമുയർത്തി. വ്യാകരണമില്ലാത്ത ജീവിതമെന്ന ആത്മകഥയിലാണ് അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന KN ഖാദറിന്റെ തുറന്നു പറച്ചിൽ. എന്നാൽ ആരോപണം CPIM നേതൃത്വം തള്ളി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.